വൈദ്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു ദിവസം വൈദ്യുതി ഇല്ലാത്തതിനെ പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല ആരും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വൈദ്യുതി ബില്ല് കൂടിയെന്നാണോ? അതെ, വൈദ്യുതി ബില്ല് കൂടുന്നതിനെതിരെ പ്രതിഷേധങ്ങളാണ്. അതായത് കൂട്ടരുത്, എല്ലാവരെയും സംബന്ധിച്ച് അത് പരിഹരിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് വൈദ്യുതി. അപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളായിരുന്നു പറഞ്ഞത്. പക്ഷേ ആ ന്യൂസ് നമ്മളിനി കണ്ടുപിടിക്കണമല്ലോ. ഉണ്ട്. സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച നടപടി സർക്കാർ ഉടൻ പിൻവലിക്കണമെന്ന് NIYAF സംസ്ഥാന എക്സിക്യൂട്ടീവ് ആവശ്യപ്പെട്ടു. ഗാർഹിക ഉപയോക്താക്കൾക്ക് യൂണിറ്റിന് 16 പൈസയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഗാർഹിക ഉപയോഗങ്ങൾക്കൊക്കെ വൈദ്യുതി ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. കാര്യം എല്ലാവരും തിരക്കൊടിച്ച് ജീവിതത്തിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഒരു ചമ്മന്തി അരയ്ക്കണമെങ്കിൽ പോലും മിക്സിയിൽ അരയ്ക്കുന്ന ഒരു കാലമായി. ആരും കല്ലിലിട്ട് അരയ്ക്കാൻ വേണ്ടി സമയം കളയത്തില്ല. ഓരോ മിനിറ്റിനും എല്ലാവർക്കും വിലയുണ്ട്. അപ്പം ചിന്തിക്കും പണ്ടുള്ളവരെങ്ങനെയായിരുന്നു എന്ന്. ശരിയാണ്, പണ്ടുള്ളവരെല്ലാം ടൈം മാനേജ് ചെയ്തൊക്കെ കൊണ്ടുപോയിരുന്നു. പക്ഷേ ഇപ്പോൾ ഓരോ ദിവസങ്ങൾ കഴിയും തോറും പുതിയ പുതിയ ഉപകരണങ്ങളും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും വരും തോറും ആൾക്കാർ അതിനോട് അങ്ങ് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗാർഹിക ഉപയോക്താക്കൾക്ക് യൂണിറ്റിന് 16 പൈസയുടെ വർധനവ് ഉണ്ടായിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ വൈദ്യുതി നയം സൃഷ്ടിക്കുന്ന അധിക ബാധ്യതയുടെ കണക്ക് പറഞ്ഞ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും നിരക്ക് വർദ്ധിപ്പിക്കാതെയുള്ള പ്രശ്നപരിഹാരത്തിനാണ് സർക്കാർ ശ്രമിക്കേണ്ടതെന്നും AIYF പ്രസ്താവനയിൽ പറഞ്ഞു. അതായത് വെറുതെ ബാധ്യത കണക്കുകളൊന്നും പറഞ്ഞ് വൈദ്യുതി കൂട്ടരുത്, നിരക്ക് വർദ്ധിപ്പിക്കാതെ തന്നെ ഉള്ള പ്രശ്നപരിഹാരമാണ് നോക്കേണ്ടതെന്നാണ് അവർ പറയുന്നത്. വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്നും അല്ലാത്ത പക്ഷം പ്രത്യക്ഷ സമര പരിപാടിക്ക് നേതൃത്വം നൽകുമെന്നും AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുണും സെക്രട്ടറി TT ജിസ്മോനും അറിയിച്ചു. അപ്പോൾ ഇനി ഒരു പ്രതിഷേധങ്ങളിലെ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോവാതെ എത്രയും പെട്ടെന്ന് ആ വൈദ്യുതി ചാർജിൻ്റെ ഒരു ഉചിതമായ തീരുമാനത്തോടെ സംസ്ഥാന സർക്കാർ വരണമെന്നാണ് പറയുന്നത്. എന്തായാലും നോക്കാം.